നമ്മുടെ നട്ടെല്ലിന്റെ ഇരുഭാഗത്തുമായിട്ട് പയർമണിയുടെ ഷേപ്പിൽ കാണുന്ന ഒരു ജോഡി ഓർഗൻസ് ആണ് കിഡ്നി അല്ലെങ്കിൽ വൃക്ക എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ രക്തത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതുപോലെ ടോക്സിൻസിനെ എല്ലാം ഫിൽറ്റർ ചെയ്ത് അതിനെല്ലാം മൂത്രത്തിൽ കൂടി പുറന്തള്ളുക എന്നുള്ളതാണ്. ഇത് കൂടാതെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഫംഗ്ഷനിങ്ങിനെ, പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ, ഹെൽത്തിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ രക്തസമ്മർദ്ദം നോർമലാക്കി നിലനിർത്തുക. അതുകൂടാതെ ശരീരത്തിലെ കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ധാതുക്കളുടെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുക, സന്തുലിതാവസ്ഥ ക്രമീകരിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസത്തിനും എല്ലാം കിഡ്നി ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം മൊത്തം തകരാറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് നമ്മുടെ കിഡ്നിയെ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ജീവിതശൈലി, തെറ്റായിട്ടുള്ള ജീവിതശൈലി തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം. അതുമൂലം ഉണ്ടാകുന്ന പ്രമേഹം, BP പോലെയുള്ള രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോകെ പോകെ നമ്മുടെ കിഡ്നിയെ ബാധിക്കാനും കിഡ്നിയുടെ ഡാമേജിനും കാരണമാകാറുണ്ട്. പിന്നെ ഒബേസിറ്റി, അമിതവണ്ണം പലപ്പോഴും നമ്മുടെ കിഡ്നിക്ക് പ്രശ്നമാകാറുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലാത്ത ഒരവസ്ഥ, നമ്മളുടെ കിഡ്നിക്ക് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ക്രോണിക്, വളരെ കാലങ്ങൾ കൊണ്ട് കിഡ്നി തകരാറ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അമിതമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവർക്ക്, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ ചുമ, പനി, ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പോലും നമ്മുടെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കിഡ്നിക്ക് ഓവറായിട്ടുള്ള ഫങ്ഷൻ വരാനും പിന്നീട് കിഡ്നിക്ക് പണി കിട്ടാനും ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും സ്ഥിരമായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നവര്, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും പിന്നീട്, അവരുടെ കിഡ്നിക്കും പിന്നീട് ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാറ്റുന്നില്ല, പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിനെ മൊത്തം ബാധിക്കാനും കിഡ്നിയുടെ തകരാറിലേക്ക് നയിക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മദ്യപാനം, പുകവലി പോലെയുള്ള ദുശീലങ്ങൾ അമിതമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിക്ക് തകരാറ് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഭക്ഷണക്രമം, നമ്മൾ അമിതമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്നു, അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നു. പിന്നെ അമിതമായിട്ട് ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ഒക്കെ കിഡ്നിക്ക് തകരാറ് വരാൻ, പതിയെ തകരാറിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മളുടെ പാരമ്പര്യം, അതായത് നമ്മുടെ വീട്ടിൽ നമ്മളുടെ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ജനറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. വളരെ സൈലന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ തകരാറിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പോകെ പോകെ ആയിരിക്കും ഇതിന്റെ ആ ഒരു സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്തു തുടങ്ങുന്നത്. ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇടിമ വരിക, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്ത് വെള്ളം കെട്ടുക, ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ആംഗിൾസിൽ, നമ്മളുടെ കാൽപാദത്തിന് ചുറ്റും എടിമ വരുന്നു. അതുപോലെ തന്നെ മുഖത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റിനും അല്ലെങ്കിൽ കണ്ണിന്റെ അടിയിലൊക്കെ ആയിട്ട് ഇതിന്റെ ആ ഒരു വെള്ളക്കെട്ട് കൂടുതലായിട്ടും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ട് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പലപ്പോഴും ഈ ഒരു നീർക്കെട്ടിന്റെ ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രധാന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സിമെട്രിക്കൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് രണ്ട് ഭാഗത്തിനെയും ഒരേപോലെ ആയിരിക്കും. നമ്മുടെ മുഖത്തിനെ ആണെന്നുണ്ടെങ്കിൽ മുഖത്തിന്റെ രണ്ട് വശത്തിനെയും ഒരുപോലെ ബാധിക്കുന്നു. കാലുകളെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കാലുകളിൽ ഒരുപോലെ എടിമ വരുന്നു. ഇതൊക്കെയാണ് ഈ ഒരു എടിമയുടെ പ്രത്യേകത. പിന്നെ നമ്മൾ എത്ര വിശ്രമിച്ചാലും അല്ലെങ്കിൽ എത്ര ഉറങ്ങിയാലും ഈ ഒരു എടിമയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല. ഇതും ഇതിന്റെ ഒരു പ്രധാന ക്യാരക്ടറായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ മൂത്രം പതഞ്ഞു പോകുന്നു. അതായത് നമ്മൾ വീട്ടില് മുട്ടയൊക്കെ പതപ്പിക്കുന്നവരാണെന്ന് അറിയാം അല്ലെ, നല്ലപോലെ പതഞ്ഞു വരും. ഈ ഒരു രീതിയിൽ നമ്മുടെ മൂത്രം പതഞ്ഞു പോകുന്നു, സ്ഥിരമായിട്ട് ഇങ്ങനെ പത കാണും മൂത്രത്തില്. അതുപോലെ തന്നെ നമുക്ക് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥ വരുന്നു. എപ്പോൾ മൂത്രം ഒഴിക്കണം തോന്നിയാലും ആ സെക്കൻഡിൽ തന്നെ അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബ്ലാഡർ പൂർണ്ണമായിട്ടും
ശൂന്യമായി എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഈ ഒരു മൂത്രശങ്ക കൂടുന്നു. അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ മൂത്രത്തിന് കളർ വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ മൂത്രത്തില് ഒരു സ്മെല്ലിന് വ്യത്യാസം വരുന്നു. രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധം വരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിയുടെ ഫങ്ഷനിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കാവുന്നതാണ്. ഇതുകൂടാതെ പലപ്പോഴും കിഡ്നി ഡിസ്ഫങ്ഷനിങ് ആവുന്നതോടുകൂടി നമുക്ക് അനീമിയ, എത്ര ചികിത്സിച്ചാലും മാറാത്ത രീതിയിലുള്ള ഒരു അനീമിയ അല്ലെങ്കിൽ വിളർച്ച വരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ BP, നമ്മളുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹൈപ്പർ ടെൻഷൻ അനിയന്ത്രിതമായിട്ട് മാറുന്നു. അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം, കൺഫ്യൂഷൻ വരുന്നു. പിന്നെ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു. അനീമിയ, എത്ര ചികിത്സിച്ചാലും മാറാത്ത ഒരു വിളർച്ച നമ്മളെ ബാധിക്കുന്നു. BP അൺകൺട്രോൾഡ് ആകുന്നു. എത്ര ആയിട്ടാണെങ്കിലും നമ്മളുടെ BP കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ ഓക്കാനം, ഛർദില് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. തലചുറ്റൽ വരുന്നു. ഇതെല്ലാം പലപ്പോഴും, അതുപോലെ തന്നെ പനി വരാം. പലപ്പോഴും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പനി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു ലക്ഷണങ്ങളെല്ലാം നമുക്ക് പലപ്പോഴും കിഡ്നി ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയിക്കേണ്ടതാണ്. പിന്നെ പലപ്പോഴും നമ്മളുടെ യൂറിനില് പ്രോട്ടീന്റെ അല്ലെങ്കിൽ ആൽബുമിന്റെ ഒരു പ്രസൻസ് കാണുന്നു. ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അത് 30-ലും കൂടുതലാകുന്നു. അതുപോലെ തന്നെ സെറം ക്രിയാറ്റിന്റെ ലെവല് നോർമൽ, അതായത് ഒരു 0.6 തൊട്ട് 1.3 മില്ലിഗ്രാം ആണ്. അതിലും കൂടുതലായിട്ട് വരും. 1.3യിൽ നിന്നും 2 അതിന് മുകളിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ വരുന്നു. പിന്നെ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ EGFR എന്ന് പറയുന്ന വാല്യൂ, അതായത് നമ്മളുടെ കിഡ്നി ഒരു മിനിറ്റില് ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡിന്റെ അളവാണ് GFR എന്ന് പറയുന്നത്. അപ്പോൾ അത് നോർമലി ഒരു 90-ന് 100-ന് ഇടയ്ക്കൊക്കെയാണ് വരുന്നത്. ഈ അളവിലും കുറവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കിഡ്നി ശരിയായ രീതിയിൽ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് EGFR കുറയുന്നത്, 90-ൽ താഴെ പോകുന്ന അല്ലെങ്കിൽ വളരെ കുറഞ്ഞു വരുന്നത് നമുക്ക് പലപ്പോഴും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ കിഡ്നി എങ്ങനെ നമുക്ക് വളരെ ഹെൽത്തി ആക്കി കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ നോർമലി ഒരു റഫ് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 25 കിലോഗ്രാമിന് ഒരു ദിവസം 1 ലിറ്റർ എന്നുള്ള കണക്കാണ് പറയുന്നത്. എന്നാൽ നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അനുസരിച്ച് നമ്മുടെ ബോഡി അതിൽ കൂടുതലോ അതിൽ കുറവോ ഒക്കെ ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോൾട്ടിന്റെ ഇൻടേക്ക് നല്ല രീതിയിൽ കുറയ്ക്കുക. അതുപോലെ ഉണക്കമീന്, പപ്പടം, അച്ചാറ് പോലെയുള്ള വസ്തുക്കളൊക്കെ ഒക്കേഷനിലി മാത്രം, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഒക്കെ മാത്രമായിട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വ്യായാമം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ രാവിലെയോ വൈകിട്ടോ നമ്മളുടെ സമയം പോലെ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചുവന്ന മാംസത്തിന്റെ ഉപയോഗം കഴിവതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രോട്ടീന് അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു അളവിൽ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഒരുപാട് വാരി വലിച്ചു കഴിക്കാതെ അതിന്റെ അളവും ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ ചില ആളുകളൊക്കെ കാണാം, ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെ? അത് കൂടാതെ കറികളുടെ ഉപ്പും, ഇതെല്ലാം സോൾട്ട് ഓൾറെഡി നമ്മളുടെ ശരീരത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ കിഡ്നിക്ക് വളരെയേറെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ എക്സ്ട്രാ ഉപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അമിതമായിട്ടുള്ള ബേക്കറി ഫുഡ്, അതുപോലെ തന്നെ അമിതമായിട്ട് മധുരം അടങ്ങിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഒബേസിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ പ്രമേഹം, രക്താതിസമ്മർദ്ദം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണക്രമത്തിൽ കൂടിയും മരുന്നിൽ കൂടിയും അതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കിഡ്നിയെ ആരോഗ്യകരമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ കിഡ്നി ഫംഗ്ഷനിങ് ഒന്ന് 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷനിങ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും ഇതിനേറെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മൂത്രത്തിൽ പത അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട് പോലെയുള്ള അവസ്ഥകൾ ഒട്ടും മാറാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ വിവരം അറിയിച്ച് വേണ്ട നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. Woke up late